നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ പറഞ്ഞ് തുടങ്ങുമ്പോഴേ ചിരിക്കുന്നതിനൊരു കാരണമുണ്ട്. കാരണം റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ നിങ്ങൾക്കറിയാമായിരിക്കും. ജെറുസലേമിൽ നിന്നാണ് ആ പുള്ളിക്കാരി വീഡിയോ ചെയ്യുന്നത്. മിക്കപ്പോഴും പച്ചത്തെറിയായിരിക്കും, മനുഷ്യന് അടുത്തുകൂടെ പോയാൽ പോലും നാറുന്ന രീതിയിലുള്ള പച്ചത്തെറിയായിരിക്കും പുള്ളിക്കാരി ചെയ്യുന്നത്. ഇസ്രായേലിലായതുകൊണ്ട് തന്നെ മിസൈലോ ഡ്രോണോ വീണ് തലയിൽ വീണ് കിളിപോയ രീതിയിലാണ് വീഡിയോയ്ക്ക് അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും മതവിരോധമാണ്, ഇസ്ലാം മതവിരോധമാണ് പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. മിക്കപ്പോഴും പള്ളിയുടെ അടുത്തൊക്കെ പോയി നിന്നിട്ട് ബാങ്ക് കേൾക്കുന്ന സ്ഥലത്തൊക്കെ പോയി നിന്ന് അവിടെ അസഭ്യം പറയാറുണ്ട്. അള്ളാഹു അക്ബറിന് അള്ളാഹു അക്ബർ കുക്കുംബർ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പ്രവാചകനെയും ഇസ്ലാമിക ചരികളെയും ഒക്കെ തെറി വിളിക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ വിനോദം. പക്ഷേ നമ്മളത് കാര്യമാക്കാറില്ല. കാരണം പ്രത്യേകിച്ചും അവരുടെ ഭാവഭേദങ്ങളെ കാണുമ്പോൾ തന്നെ കുറച്ച് മെൻ്റലി പ്രശ്നങ്ങളുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇന്നലെ മെനഞ്ഞാന്ന് അവരെപ്പറ്റി ഞാൻ യദുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ വീഡിയോ ചെയ്തേക്കുന്നുണ്ട്. നമുക്കറിയാം യദുകൃഷ്ണനെ. വളരെ സത്യസന്ധമായി സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളാണ്. ജാതിമത ചിന്തകൾക്ക് അതീതമായി സത്യമായി തന്നെ വിളിച്ചു പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. നമ്മളെ റീന ഫ്രാൻസിസ് ജെറുസലേമിൽ നമ്മുടെ മാഹീൻ എന്ന് പറയുന്ന ഹിച്ചിക്കിങ്ഹം നമാഡ് മാഹീൻ ഇസ്രായേലെത്തിയപ്പോൾ ചെയ്ത ഒരു വീഡിയോയുടെ പേരിൽ കുറച്ച് വിവാദങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ജെറുസലേമിൽ ഒരു മാർക്കറ്റ് സന്ദർശിക്കുന്നില്ല, അവിടെ കണ്ട ഒരു ജെട്ടിയെപ്പറ്റി ഇന്നർവെയറിനെ പറ്റി ഒരു വീഡിയോ ചെയ്തത് വളരെ വിവാദമായിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ യൂട്യൂബർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിൽ തല്ലി. അപ്പോൾ നമ്മുടെ റീന ഫ്രാൻസിസ് ജെറുസലേമിൽ പോയി നിന്നിട്ട് മാഹിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാഹിൻ ജെറുസലേമിൽ എവിടെയാടാ മാഹിനെ പന്നി അങ്ങനെയൊക്കെ വിളിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിന്നെ എവിടെ കിട്ടിയാലും തല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാഹിൻ ആ വീഡിയോയ്ക്ക് ഒരു മറുപടി കൊടുത്തു. ഒരു മലയാളി ചേച്ചി എന്നെ തല്ലുമെന്ന് പറഞ്ഞു, ഞാനിതാ വിലാപം പതിൻ്റെ അടുത്തുണ്ട്, അടുത്ത 3 മണിക്കൂർ ഇവിടെ കാണും, ചേച്ചി ധൈര്യമുണ്ടെങ്കിൽ വന്ന് തല്ലു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് റീന ഫ്രാൻസിസിൻ്റെ യാതൊരു വിവരവുമില്ലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് റീന ഫ്രാൻസിസ് ഒരു വീഡിയോ ഇട്ടു. മാഹീനെ നീ എവിടെയാണ്ടാ, നീ റീലിടാതെ ലൈവ് ഇടും എങ്കിലല്ലേ നിൻ്റെ ലൊക്കേഷൻ അറിയാൻ പറ്റൂ, ഞാൻ വന്ന് തല്ലു എന്നൊക്കെ പറഞ്ഞ് റീന ഫ്രാൻസിസ് ഇങ്ങനെ വീരവാദം മുഴക്കുന്നതിനിടെ റീന ഫ്രാൻസിസ് പറയുന്നൊരു കഥയുണ്ട്. അതാണ് ഏറ്റവും സാഹചര്യം ഉണ്ടാക്കുന്നത്. റീന ഫ്രാൻസിസ് പറയുകയാണ്, കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടുകാർ ഹമാസിന് കൊട്ടേഷൻ കൊടുത്തു അത്രേ റീന ഫ്രാൻസിസിനെ കൊല്ലാൻ. എന്ന് വെച്ചാൽ റീന ഫ്രാൻസിസ് ഭയങ്കര പോരാളിയാണ്, അതുകൊണ്ട് അവരെ കൊല്ലാൻ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഹമാസിന് കൊട്ടേഷൻ കൊടുത്തു പോലും. അപ്പോൾ ഈ കൊട്ടേഷൻ്റെ വിവരം നമ്മുടെ ഇന്ത്യയുടെ ഇന്റലിജൻസ് റോ അറിഞ്ഞു. അത് നേരെ റീന ഫ്രാൻസിനെ വിളിച്ച് പറഞ്ഞു, സഹോദരി, കേരളത്തിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരി നിങ്ങൾ ശ്രദ്ധിക്കണം, ലൈവൊക്കെ ഇടുമ്പോൾ ഹമാസിനെ നിങ്ങളെ കൊല്ലാൻ പോപ്പുലർ ഫ്രണ്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പോലും. അത് റോ വിളിച്ച് റീന ഫ്രാൻസിനെ അറിയിച്ചു എന്നാണ് പറയുന്നത്. ഒരു കാര്യം നോക്കണേ, ഈ നമ്മുടെ ഭ്രാന്തിൻ്റെ വിവിധ അവസ്ഥാഭേദങ്ങളുണ്ട്. പക്ഷേ ഇത് ഒരു അപൂർവ ഇനം ഭ്രാന്താണ്. കാരണം റോയെ പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് ഏജൻസികളിൽ ഒരാൾ ഒരു ഏജൻസി റീന ഫ്രാൻസിനോട് വിളിച്ച് പറയുന്നത്, സഹോദരി ശ്രദ്ധിക്കുക, ഇനി ലൈവൊക്കെ ഇടുമ്പോൾ, കാരണം ഓൾറെഡി പോപ്പുലർ ഫ്രണ്ട് നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഹമാസിന് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടൊക്കെ ആൾക്കാർ പറയുന്നതൊക്കെ ഭീകര സംഘടന അതോ കോമഡി സംഘടനയാണോ എന്നെനിക്കറിയില്ല. അതുപോലെ തന്നെ ഹമാസൊക്കെ എത്ര അധപതിച്ചു പോയോ എന്നാണ് എനിക്കറിയാൻ പറ്റാത്തത്. കാരണം റീന ഫ്രാൻസിനെ പോലെ ഒരാളെ കൊല്ലുന്ന രീതിയിൽ ഹമാസിന് കൊട്ടേഷൻ കൊടുത്ത പോപ്പുലർ ഫ്രണ്ടും അതിനെ കൊല്ലാൻ പോയ ഹമാസിൻ്റെയും ഒക്കെ ഒരു രീതി ഓർക്കുമ്പോൾ എനിക്ക് തമാശയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും റീന ഫ്രാൻസിസ് പറയുന്നത്, ആ ഹമാസിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും വെല്ലുവിളിച്ചുകൊണ്ട് റീന ഫ്രാൻസിസ് ഹമാസിൻ്റെ കോട്ടയിൽ, ഹമാസിൻ്റെ തലസ്ഥാനത്ത് പോയി വാടാ ഹമാസെ, മറ്റവൻ്റെ മോനെ, പന്നിയുടെ മോനെ എന്നൊക്കെ പറഞ്ഞ് ലൈവ് ഇട്ടിട്ടും ഹമാസ് ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഹമാസ് റീന ഫ്രാൻസിസിൻ്റെ ലൈവിൻ്റെ ഒരു തീവ്രതയിൽ ആകെ പേടിച്ചു പോയി. അങ്ങനെ ഹമാസിനെയും അങ്ങനെ ഹിസ്ബുള്ളയും ഒക്കെ ലൈവിട്ട് പല്ല് വിളിച്ച് തെറി വിളിച്ച് തോപ്പിച്ച ആളാണ് റീന ഫ്രാൻസിസ്. അതുകൊണ്ട് മാഹീനെ നീ വേണമെങ്കിൽ രക്ഷപ്പെട്ട് പൊയ്ക്കൊള്ളാനാണ് പറയുന്നത്. എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് വളരെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ചിരിച്ചിട്ടില്ല. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി RSSകാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ വളരെ പട്ടിയെയും പശുവിനെയും ഒക്കെ വെട്ടി ആളുകളെ കൊല്ലാൻ പരിശീലിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന ഒരു രീതിയുണ്ട്. ഹമാസിനെ പറ്റിയും വളരെ ക്രൂരമായിട്ടൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷേ റീന ഫ്രാൻസിനെ പോലെ ഒരാളെ കൊല്ലുന്ന രീതിയിലേക്ക് അവരധപ്പതിച്ച് പോയോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്തായാലും തമാശയായിട്ട് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ ഈ യദുവിൻ്റെ വീഡിയോ നിങ്ങൾ കാണും, അപ്പോൾ കുറച്ചുകൂടെ രസകരം. പുള്ളി എന്നെക്കാളും കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുവാൻ
രസകരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ആളായതുകൊണ്ട് അദ്ദേഹം രസകരമായി തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ദയവായി വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.